കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പക്ഷേ ഗോപാലൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ രാജേശ്വരിയും ബാലേന്ദ്രനും ഒക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നിരിക്കും. അവര് ബലം പ്രയോഗിച്ച് ഗോപാലേട്ടനെ കൂട്ടിക്കൊണ്ടു പോയാലേ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ. ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ ഗോപാലേട്ടനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ വയ്യ. അതുകൊണ്ടാ താലി അറ്റിട്ടാണെങ്കിലും കുറച്ച് പൊന്നും പണവും കിട്ടിയാൽ മതി ആ രാജേശ്വരിക്ക്. പക്ഷെ ശാരദയ്ക്ക് ഈ ലോകത്തെ മുഴുവൻ സ്വത്തുകളും കാൽക്കൽ വച്ചാലും ഈ താലിയുടെ വിലയാവില്ല. അതിനുവേണ്ടി മരിക്കാനും ശാരദ തയ്യാറാ, മരിക്കാൻ വരെ. അമ്മേ, എല്ലാ ബന്ധവും ഇവിടെ തീരട്ടെ. ഒരു മനുഷ്യ സ്ത്രീ ഉപേക്ഷിച്ചിട്ട് ഒരു രക്തരക്ഷസിനെ കല്യാണം കഴിക്കാൻ എന്ത് പറ്റിയെന്നാ ചോദിച്ചത്. ഈശ്വര, കുഞ്ഞേച്ചി വന്ന് ഈ വിവരം അറിയുമ്പോ എന്ത് സംഭവിക്കുമെന്തോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എവിടെ പോയിന്ന് ഒരു പിടിയുമില്ല. വിഷ്ണു ഇനി വന്നോളും ഭാമേ. രാഘവൻ ഇത് എന്തറിഞ്ഞിട്ടാ? സത്യഭാമയുടെ മകനവൻ. ശത്രുക്കളാണ് നിരവധിയാ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ? എന്നോടൊന്നും പറഞ്ഞില്ല. ആ ദാസനെ കമലിനെ മറ്റോ? അവരെയൊക്കെ ഞാൻ വിളിച്ചു. ആർക്കും അറിയില്ല അവൻ എങ്ങോട്ടാ പോയതെന്ന്. എനിക്കൊരു സംശയമുണ്ട് ആന്റി. വിഷ്ണുവേട്ടന് അങ്ങനെ ഒരുപാട് ശത്രുക്കളൊന്നുമില്ല. എങ്കിലും ഒരു ശത്രുവേ ഉള്ളൂ. ആ ശത്രുവിന്റെ അടുത്ത് തന്നെ ആയിരിക്കും വിഷ്ണുവേട്ടൻ. നീ കാര്യം പറ സുസ്മിത. ശാലിനി. അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവും വിഷ്ണുവേട്ടൻ. സുസ്മിതേ, ഭാമയ്ക്ക് ശാലിനോട് വിരോധം ഉണ്ടാക്കി കൊടുക്കാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ട നീ. അവളോട് ഞാനെന്ത് വിരോധം ഉണ്ടാക്കാനാ? ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. നീ കണ്ടോ വിഷ്ണുവേട്ടൻ ശാലിനിയുടെ അടുത്താണെന്ന്? നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടെന്ന് കരുതി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചതാ ശാലിനി. കല്യാണം മുടക്കാൻ ഏതടവും പയറ്റും അവള്. വിഷ്ണുവേട്ടനെ എവിടെയെങ്കിലും കൊണ്ടുപോയി മയക്കി കിടത്തിയിട്ടായാലും അവൾ ഈ കല്യാണം മുടക്കും ആന്റി. എനിക്കിത് ഉറപ്പാ. മതില് എവിടെ മതില് കൊണ്ട് കെട്ടിയതല്ല. അല്ല ഇവിടെ എന്താ? പിന്നെ എങ്ങോട്ടാ പോണ്ടേ? ഇത് മാർക്കറ്റല്ല, ഇത് പച്ചക്കറി മാർക്കറ്റിലെ പിരിവ്. അങ്ങോട്ട് പോവാത്. വിഷ്ണുവേട്ട വരാൻ. ഇത് വിഷ്ണുവേട്ട അത് നീ നേരെ നടക്കീ. ഇത് ഈ വഴി ഇത് ഞാൻ വരില്ല. ഞാൻ ഇവിടെ കില്ല. ഞാൻ പോവാ. ഇങ്ങോട്ട് വരാൻ. ഇവിടെ സുസ്മിത പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാമയെ നീ ചുമ്മാ വെറുതെ. വാ ഭാമാൻഡി, ശാലിനിയുടെ വീട്ടിൽ പോയാ അവിടുന്ന് കൈയോടെ കൂട്ടിക്കൊണ്ടുവരാം വിഷ്ണുവേട്ടനെ. വാ പോ. ഭാമേ, സുസ്മിത പറയുന്നിടത്ത് തുള്ളാൻ നിൽക്കല്ലേ നീ.
ഡിവോഴ്സ് പെറ്റീഷനിൽ ശാലിന് സോമനസാരം ഒപ്പിട്ട് തന്നെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ അവളെന്തിനാ വിഷ്ണുവിനെ പിടിച്ചു വെക്കുകയോ മയക്കിക്കിടത്തുകയോ ഒക്കെ ചെയ്യുന്നത്? എന്താ ഇതാരൊക്കെയാണ്? എല്ലാരും ഉണ്ടല്ലോ. ആയോ ഇങ്ങോട്ട് വാ, ഞാൻ പരിചയമാണ്. എടോ നീ പേടിക്കണ്ട, കേറി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അതൊക്കെയത് വീണ എങ്ങോട്ടാടി? എവിടെ? ആ ഇങ്ങോട്ട് വാ. എന്റെ ശാലിനി കുട്ടീനെ ഡീന്ന് വിളിക്കണാരാ? ഇവൻ ഇന്ന് ഞാൻ അതെത്താണോ ഇവിടെ അറിഞ്ഞിട്ട് വഴിയടയാൻ പാടില്ല. നീ ആരോട് സംസാരിക്കുന്നത് നിനക്കറിയാവോ? എടുത്തോണം. നിങ്ങൾ ആരോടാ സംസാരിക്കണം? നിങ്ങൾക്കറിയോ? അറിയോ? അറിയില്ല. വിഷ്ണുവിനോട്, വിശ്വാശാനോട്. കോൾമിയുള്ള ആശാൻ. എന്തിനാ നോക്കണേ? നിങ്ങളാരോ എനിക്ക് നന്നായിട്ട് അറിയാം. ചെല്ലവല്ലേ പട്ടുസാരി ചുറ്റിട്ട് മുന്നിലിരുന്ന എനിക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ വിചാരം. വേണ്ടമേ, കുടിച്ചിട്ടല്ലേ? ആരെ കുടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ നീ? സത്യമേ, ഞാൻ അറിഞ്ഞതല്ല. ഈ നിലയില എന്റെ വീട്ടിൽ വന്ന് കയറിയത്. എവിടെ വീണ് കിടക്കാതെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയെന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുടിച്ചിട്ട് ചെന്നോ അതോ വിളിച്ചു വരുത്തി കുടിപ്പിച്ചോന്നൊക്കെ ആർക്കറിയാം? ചായക്കടക്കാര് ചാരായം വിളമ്പിന്നിരിക്കും. നിന്റെ വേഷം ഫ്രൗസും ഉണ്ടായിരുന്നല്ല. അല്ല എങ്ങനെ ഇതിനകത്തേറി പറ്റി? ഇത് അമ്മണിയല്ല, അമ്മണിയല്ല. അമ്മണിക്ക് ഇതിനേക്കാൾ കുറച്ച് വൃത്തിയുണ്ട്. ഇത് അമ്മണിയല്ല, ഇത് പാമാൻഡി, ഇത് ഇവള് മനഃപൂർവ്വം പറയിപ്പിക്കുന്നതാ. സുസ്മിതേ, നീ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. കുടിച്ച് ബോധമില്ല പറയുന്നല്ലേ. എന്തിനാടാ ഇങ്ങനെ സ്വയം നശിക്കുന്നത്? നിങ്ങൾ കേക്കില്ല. കൊല്ലല്ലോ. നശിക്കുന്നതല്ല ഭാമാൻഡി, നശിപ്പിക്കുന്നതാ. സുസ്മിതേ, തർക്കം നമുക്ക് പിന്നീടാവാം. തൽക്കാലം വിഷ്ണുവേട്ടനെ അകത്ത് കൊണ്ടുപോയി കിടത്തട്ടെ. നീ എന്തിനാ കിടത്താൻ പോകുന്നേ? ഞാൻ കൊണ്ട് കിടത്തിക്കോളാം. ഇങ്ങോട്ട് മാറ് ഭാമാൻഡി. വാ വിഷ്ണുവേട്ടാ. കുടിക്കാരോ വിളിക്കട്ടല്ല. കണ്ടിട്ട് പക്ഷെ എന്റെ പൈസയിലാണ് അവളുടെ നോട്ടം. എന്ത് കരുതിട്ട് ഞാൻ വിട്ടുകൊടുക്കോ? ഇല്ല, നീ എല്ലാം കിടത്തണത്. അവള് കിടത്ത മനസ്സിലായി. നീ പോയി കിടക്കണേ. എന്നെ കിടത്താന്നിരിക്കവള്. ഇങ്ങോട്ട് വിഷ്ണുവേട്ട ഇങ്ങോട്ട് വരാൻ. അല്ല, ഒരു മിനിറ്റ്. അതെ കളിച്ചല്ല, അത് തടി കുറച്ച് കൂടുന്നുണ്ട്. അത് എന്നെ കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ കുറച്ച് ഭക്ഷണം കുറയ്ക്കണം കേട്ടാ. അല്ല ഞാൻ ഇത്
ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വിൽക്കാൻ വെക്കണ നെയ്മീനായിലേക്ക് നിങ്ങൾ മാത്രം തിന്നുകൂട്ടിയ പോരാ. കുറച്ചൊക്കെ നാട്ടുകാർക്ക് കൊടുക്കും നിങ്ങള്. ഒന്ന് കൊണ്ടുപോയി കിടത്തടി ഇവനെ. കിടക്കും എല്ലാരും കിടത്തട്ട. പിന്നെ കച്ചവടത്തിലേക്ക് കൂകിയാ മതി. കൊണ്ടുപോടി. അല്ല ഇത് ഒന്നും പറഞ്ഞു മനസ്സിലാക്കണേ. ഇത് ഇങ്ങോട്ടാ എനിക്ക് ഇല്ല ഈ മാർക്കറ്റിലേക്ക് വരില്ല. പോയി വരില്ല. അതെ നമുക്കില്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എന്നിട്ട് സത്യം പറ എന്നിട്ട് നോക്കാം രാവിലെ പൂത്തിരി അല്ല മുന്തിരി വള്ളിയിൽ നോക്കാം. എന്നിട്ട് പൂത്തിട്ടെ നമുക്ക് മാതള നാരങ്ങ നീർമാതള പൂത്തോ നോക്കിട്ടെ അവിടെ വെച്ചിട്ട് നിന്നോട് ഇഷ്ടാന്ന് പറയാം. പോവാ പറയാം. സത്യം പറ. പറയാം ഇരിക്കും പതുക്കെ. എന്താടി കാണിക്കുന്നേ? എന്താ സുസ്മിത? കണ്ടോ ആന്റി അവൾ എന്താ കാണിക്കുന്നേന്ന്? ശാലിനി, ഇനി നീ വിഷ്ണുവിനെ വിടാതെ പിടിച്ചോണ്ടിരിക്കുക? നാണമില്ലേ നിനക്ക്? ഞാൻ വിടാതെ പിടിച്ചിരിക്കുന്നതല്ല, ദൈവം ചേർത്ത് വെച്ചത് വേർപിരിയാൻ വിസമ്മതിക്കും. പൊട്ടിച്ചു തരാടി ദൈവം ചേർത്ത് വെച്ചത്. സുസ്മിത, അത് അവള് തന്നെ അഴിക്കട്ടെ. അങ്ങനെ അത് വേണ്ടത്. ദൈവം ചേർത്ത് വെച്ചത് ഇപ്പൊ നീ തന്നെ അഴിച്ചില്ലേ? ദൈവത്തിന് നിരക്കാത്തത് ചെയ്തവളെ കൊണ്ട് അവൾ ഉണ്ടാക്കിയ കുരു കഴിപ്പിക്കാൻ അറിയാം ഈ സത്യഭാമയ്ക്ക്. ഞാൻ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല സത്യാമ്മേ. സത്യഭാമയും കുടുംബത്തിനെയും മാനം കെടുത്തിട്ട് നിന്ന് ചെലക്കുന്നോടി. കടന്നു പോ പുറത്ത്. നിന്നോടല്ലേ പറഞ്ഞത് പുറത്തു പോവാൻ? ഡി കൊടക്ക് പുറത്ത്. എന്ത് പറ സത്യം പറയുന്നേ. അത് ആന്റി ഇത് കണ്ടോ? അവള് മയക്കി വെച്ചിരിക്കാ വിഷ്ണുവേട്ടനെ. പരിഹാരം കാണുന്നുണ്ട് ഞാൻ. മോള് വാ. കല്യാണം മണ്ടാതെ ഒരാള് പൊക്കോ. കഷ്ടം.
അച്ഛാ, മോളെ നീ ഞാൻ പോട്ടെ അച്ഛാ. എന്റെ മോക്ക് വേണ്ടി നീ എന്ന് ആര് പറഞ്ഞു? പ്രീതി എന്റെ കൂടെപ്പിറപ്പാ. അതുപോലെ തന്നെ അർജുനേട്ടനും. ഇന്നലെ ശാലിനി, ഞാൻ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. എന്താ പ്രീതി ഇത്? ഇതെല്ലാം കണ്ട് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാതെ ഞാനൊരാൾ കാരണം നിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തല്ലി തകർന്നു പോവില്ലേ? അങ്ങനെയൊന്നും ആലോചിക്കാതെ എല്ലാം ദേ ഈ കുഞ്ഞിന് വേണ്ടിയാണെന്ന് ആലോചിക്കേ. ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിക്ക് വേണ്ടി. ദേ അവരൊക്കെ വരുന്നുണ്ട്. കരഞ്ഞു പിഴിഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. അച്ഛാ, ഞാൻ പോവാ. മോളെ നിക്ക് മോളെ. ഭാമേ, ശാലിനിയെ അങ്ങനെ വിടാൻ പോവാണോ നീ? ഹാ, അങ്കിള് പറഞ്ഞത് കറക്റ്റ് ആന്റി. ഇവളെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ല. ഈ അവസ്ഥയിലല്ലേ ഇവള് വിഷ്ണുവേട്ടനെ കൊണ്ട് ഇവിടെ വിട്ടത്. അച്ഛാ, നിൽക്കവിടെ. അങ്ങനെ അങ്ങ് പോയാലോ നീ? കൊടുക്കാന്റി, അവളുടെ ചെകിട്ടത്ത് തന്നെ ഒന്ന് കൊടുക്ക. ഇവൾക്കും വിഷ്ണുവിന് വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ? അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തു. നീ പോകണ്ട. നീ ഇവിടെ ഉണ്ടാവണം, വിഷ്ണുവിന്റെയും സുസ്മിതയുടെയും കല്യാണം കഴിയുന്നത് വരെ. എന്തിനാ ആന്റി ഇവളിവിടെ? കാര്യമുണ്ട്. ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദയുടെ മകളെ ഒഴിവാക്കി UK-യിൽ ജോലിയുള്ള രാജശേഖരന്റെ മകളുമായിട്ട് സത്യഭാമ കല്യാണം നടത്തുകയാണെന്ന് ഒരു ശ്രുതിയുണ്ട് നാട്ടിൽ. ഒരു നാവിന്നത് പല നാവിലേക്ക് പോയെന്നിരിക്കും. നാടിന് നീതി നടപ്പിലാക്കുന്ന സത്യഭാമ വീടിനുള്ളിൽ പണം കൊതിക്കുന്ന പലിശക്കാരിയാണെന്ന് ആരും പറയാൻ ഇടവരരുത്. ഇവൾ ഒരാളുടെ കുറ്റം കൊണ്ട് തന്നെയാ ഈ വിവാഹം ഒഴിയുന്നതെന്ന ബോധ്യം വരണം എല്ലാവർക്കും. ഇതിനെല്ലാത്തിനും സാക്ഷിയായി ഇവൾ ഇവിടെ തന്നെ വേണം. എന്നാലും ആന്റി, നിനക്ക് ആശങ്കയൊന്നും വേണ്ട സുസ്മിത. പൊന്നിയെ ഞാൻ ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിടുക. ഇനി കല്യാണത്തിന് വന്നാ മതി അവള്. പൊന്നിക്ക് പകരമായി പുതിയ ഒരാൾ അടുക്കള നോക്കാൻ എത്തിയെന്ന് കരുതിയാ മതി. ഇനി മുതലേ ഈ വീടിന്റെ നടത്തിപ്പ് നിനക്കാ സുസ്മിത. നിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഇവളാ. നാളെ നിന്റെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് ഒരുക്കേണ്ടത് ഇവളുടെ കടമയാ.